എന്തുകൊണ്ടാണ് ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇനി അഥവാ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി റിസൾട്ട് എടുക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: അജ്ഞത. കാരണം അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് വ്യക്തമായ ധാരണയില്ല. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 100% റിസൾട്ട് കിട്ടും. എന്നാൽ മറ്റൊരാളുടെ ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ റിസൾട്ട് കിട്ടണം എന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് അഥവാ ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു പ്രോസസ്സ് എന്താണെന്നും, വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നും, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും, ഈ ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നത് എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് അഥവാ ഫാറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പൊ ആദ്യമായിട്ട് വെയിറ്റ് ലോസ് അഥവാ ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് സ്വന്തം വീട്ടിൽ ഒരു വെയിങ് മെഷീൻ അഥവാ വെയിറ്റ് നോക്കുന്ന ഒരു മെഷീൻ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലം വരെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം നോക്കുക എന്നുള്ളത്. അത് കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വളരെയധികം വെയിറ്റ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി എല്ലാ ദിവസവും വെയിറ്റ് മെഷീനിൽ കയറി നോക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ 2-3 കിലോ വ്യത്യാസം, അതായത് വെയിറ്റ് കൂടുന്നത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത അവരിൽ ഉടലെടുക്കും. അതുകൊണ്ട് തന്നെ അവർ സ്വയം ചില അഡ്ജസ്റ്റ്മെന്റുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ, വ്യായാമത്തിലായിക്കോട്ടെ, ഉറക്കത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമിതമായി വണ്ണം കൂടുന്നത് തടയാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു വെയിങ് മെഷീൻ, അതായത് നല്ലൊരു സ്കെയിൽ വാങ്ങി വീട്ടിൽ വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴാണ് അതിൽ വെയിറ്റ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ നമ്മൾ വാഷ്റൂമിൽ പോയി ഫ്രഷായി പുറത്ത് വന്ന ഉടനെ, അതായത് പരിമിതമായ ഡ്രസ്സ് മാത്രം ധരിച്ചുകൊണ്ട്, ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ഇന്നർ മാത്രം ധരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വെയിങ് മെഷീൻ കയറി നിൽക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായ വെയിറ്റ് നമ്മൾ അതിൽ കാണുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ വെയിങ് മെഷീൻ കാണുന്ന നമ്മുടെ വെയിറ്റ് എല്ലാ ദിവസവും ഡയറിയിൽ എഴുതി വെക്കാനുള്ള ഒരു ഹാബിറ്റ് കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു അഫർമേഷൻ നിങ്ങൾ അതിന്റെ കൂടെ എന്നും രാവിലെ എഴുതണം. എന്താണ് ഈ അഫർമേഷൻ? എല്ലാ ദിവസവും ഒരേ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതിന് നന്ദി. എല്ലാ ദിവസവും ഒരേ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി. ഇനി അഥവാ നിങ്ങൾ ഐഡിയൽ വെയിറ്റ് എത്തിയ വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ല നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾ ദിവസവും എഴുതേണ്ട അഫർമേഷൻ, അതായത് ആവർത്തിച്ച് ഉപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡയറിയിൽ എഴുതേണ്ട വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാൻ സാധിച്ചതിന് നന്ദി. എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാൻ സാധിച്ചതിന് നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെ ഒന്ന് എഴുതിക്കൊണ്ടായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. ഇതെന്തിനാണ് എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തോടൊപ്പം മനസ്സിനും വെയിറ്റ് ലോസിനിടയിൽ വലിയ സ്വാധീനമുണ്ട്. ശരീരത്തെ അതിന് പ്രിപ്പയർ ആക്കുക മാത്രം ചെയ്താൽ പോരാ, മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രിപ്പയർ ചെയ്യിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു വെയിങ് മെഷീൻ വാങ്ങുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരഭാരം നമുക്ക് മനസ്സിലായി, അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ BMI ആണ്, ബോഡി മാസ് ഇൻഡെക്സ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ BMI എപ്പോഴും 19-നും 23-നും ഇടയിൽ നിങ്ങൾ നിലനിർത്തണം. അതായത് BMI എന്ന സംഖ്യ എപ്പോഴും 19-നും 23-നും ഇടയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഐഡിയൽ വെയിറ്റിലായിരിക്കും. ഐഡിയൽ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഇന്ന് കാണുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും പിറകിലുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് അഥവാ കൊഴുപ്പാണ്. ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക്, കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ, വെരിക്കോസ്, പൈൽസ്, ലേഡീസിനകത്തെ PCOD, PCOS, തൈറോയിഡ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, വ്യത്യസ്തങ്ങളായ ക്യാൻസർ, ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ BMI നോക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നോർമലി പെട്ടെന്ന് നിങ്ങൾക്ക് BMI കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ള സൂത്രവാക്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, BMI കാൽക്കുലേറ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് എത്രമാത്രം ഫാറ്റ് അഥവാ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ വെയിറ്റ് അഥവാ ഓവറോൾ ബോഡി വെയിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഓവറോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ബോൺസ്, എല്ലുകൾ, നമ്മുടെ ശരീരത്തിലെ മസിലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ്, അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും എന്താണ് നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് വരും അല്ലേ? അടുത്തത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അടക്കമുള്ള വാട്ടർ, വെള്ളം. ഓക്കെ, അടുത്തൊരു ഘടകമാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ്. ആറാമത്തെ ഒന്നുകൂടി എന്താണത്? നമ്മൾ അവസാനം കഴിച്ച ഭക്ഷണം, അതും കാണുമല്ലോ അല്ലെ? നമ്മുടെ ആമാശയത്തിനകത്ത് അതിൻ്റെയും കുറച്ച് ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കാണും. ഇതൊക്കെ കൂടിയതാണ് ടോട്ടൽ ബോഡി വെയിറ്റ്. എന്നാൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഓർഗൻസിന്റെ വലിപ്പം കൂട്ടാനോ ഭാരം കൂട്ടാനോ ഒന്നും സാധിക്കില്ല. ബോൺസിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ അളവ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ വെള്ളത്തിന്റെ അളവ്, അതിനൊന്നും നമുക്ക് കാര്യമായിട്ട് കൂട്ടാനോ കുറക്കാനോ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് മസിലിലും ഒന്ന് ഫാറ്റിലുമാണ്. കൊഴുപ്പിനെ കൂട്ടാനും കുറക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ മസിൽസിനെ കൂട്ടാനും കുറക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ ഫാറ്റ് അഥവാ കൊഴുപ്പിനെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ഈ കൊഴുപ്പ് അഥവാ ഫാറ്റ്? ആളുകൾക്ക് കൺഫ്യൂഷനാണ്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ സാധാരണ ധരിക്കുന്നത് ഇത് കൊളസ്ട്രോൾ ആണെന്നാണ്, അതായത് ബ്ലഡിനകത്തുള്ള കൊളസ്ട്രോൾ ആണെന്നാണ്. എന്നാൽ മനസ്സിലാക്കുക, ബോഡി ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ചുറ്റും കെട്ടിക്കിടക്കുന്ന, നമുക്കറിയാമല്ലോ, നമ്മളൊരു കോഴിനൊക്കെ ഇറക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു മഞ്ഞ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ. അപ്പൊ ആ ടിഷ്യൂ നമ്മൾ സാധാരണ പറയുമല്ലേ, നെയ്യ് കൂടിയ കോഴി എന്നൊക്കെ പറയുമല്ലോ, അതാണ് സംഭവം. ആ ഒരു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അത് അമിതമാവുമ്പോഴാണ് ശരീരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നോർമലി പറയുകയാണെങ്കിൽ ലേഡീസിന് അത് 20%-നും 25%-നും ഇടയിലാണ് വേണ്ടത്. അതിൽ കൂടുതലാകുമ്പോഴാണ് ബോഡി ഷേപ്പ് തെറ്റുന്നതും അതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അതുപോലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം 15-നും 20%-നും ഇടയിലാണ് പുരുഷന്മാർക്ക് ബോഡി ഫാറ്റ് വേണ്ടത്. അതിൽ കൂടുതലാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബോഡി ഷേപ്പ് തെറ്റും, ബെല്ലി ഫാറ്റ് കാണിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫാറ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെ തരം ഫാറ്റ് ഉണ്ട്, ഈ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ.